ഹലോ അൺബോക്സിംഗ് ഡ്യൂഡ് സുഖമല്ലേ? വാട്സപ്പ് ക്വസ്റ്റൻ കാണാൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഡോൺ ടെക്. ഹലോ ഗൈസ്, അപ്പം ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അൺബോക്സിങ്ങിലൂടെ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ പോയി കാണുക. അപ്പം ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അത് കണ്ടിട്ട് മാത്രമേ ഇത് കണ്ടിട്ട് കാര്യമുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അത് പോയി കാണുക. ഓക്കെ, അപ്പം അന്ന് ഞാൻ മെസ്സേജ് അയച്ചിട്ട് കുറേ ആൾക്കാർ എങ്ങനെയാണ് മെസ്സേജ് അയക്കുന്നതൊക്കെ വിചാരിച്ചിട്ടുണ്ടാവും. അപ്പം എങ്ങനെയാണ് ഞാൻ മെസ്സേജ് അയച്ചത്, അതേപോലെ തന്നെ അൺബോക്സിങ്ങിൻ്റെ നമ്പർ ഞാൻ പറഞ്ഞുതരും. അപ്പോൾ നിങ്ങളത് നിങ്ങളെ സേവ് ചെയ്തിട്ട് നിങ്ങൾ വാട്സപ്പിലൂടെ മെസ്സേജ് നിങ്ങൾക്ക് അയക്കാൻ പറ്റും. അപ്പം വീഡിയോ മാക്സിമം ഫുള്ളായിട്ട് തന്നെ ഇരുന്ന് കാണാൻ നോക്കുക, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. വീഡിയോ എന്താണെങ്കിലും ഫുള്ളായിട്ട് ഇരുന്ന് തന്നെ കാണണം. അപ്പം ഞാൻ അധികമൊന്നും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്തെടുക്കണം. അപ്പം കുറേ ആൾക്കാർ കൺഫ്യൂസ് ആയി. ഇപ്പോൾ ഞാൻ സത്യമായിട്ട് അൺബോക്സിങ്ങിനായിട്ട് മെസ്സേജ് അയച്ചോ, മീൻസ് അൺബോക്സിങ്ങിലൂടെ ആയിട്ട് വാട്സപ്പിൽ ഞാൻ സത്യമായിട്ട് മെസ്സേജ് അയച്ചോ, അതോ വല്ല ഉടായിപ്പാണോ, അങ്ങനെ കുറേ ആൾക്കാർക്ക് സംശയം തോന്നിയിട്ടുണ്ടാകും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ചിലവർക്ക് അൺബോക്സിങ്ങിലൂടെ ആയിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമായിരിക്കും. അപ്പം നമ്പർ കിട്ടുന്ന ചില ആൾക്കാർക്ക് ആഗ്രഹിക്കും മെസ്സേജ് അയക്കാനും. അതേപോലെ തന്നെ കുറേ കാര്യങ്ങൾക്കും നമ്പറും വേണമെന്നൊക്കെ ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ അവസാനം വരെ ഇരുന്ന് കാണും. അൺബോക്സിങ്ങിലൂടെ ഫാൻസ് ഉണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, ഫാൻസ് ഉണ്ടെങ്കിൽ മാത്രം, ഫാൻസ് ആണെങ്കിൽ മാത്രം. ഓക്കെ, എന്താണെങ്കിലും വീഡിയോ ഇഷ്ടത്തോടെ ലൈക്ക് ചെയ്യണം, മാക്സിമം ആൾക്കാർക്ക് ഷെയർ ചെയ്യണം. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ രണ്ടാമതായിട്ടാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തണം. അപ്പോൾ ഞാൻ അധികം ഒന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പം നമുക്ക് എങ്ങനെ അൺബോക്സിങ്ങിലൂടെയുമായിട്ട് വാട്സപ്പിൽ ചാറ്റ് ചെയ്യാമെന്ന് നോക്കാം. അപ്പം ഇതാണ് നമ്മുടെ വാട്സപ്പ്. അപ്പം ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം. ഇത്തിരി ഫോക്കസ് ആവുന്ന ചിലപ്പോൾ അടുത്തുനിന്നായിരിക്കും, ഞാൻ അടുത്ത് വന്ന് കാണിച്ചു തരാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതാണ് നമ്മുടെ അൺബോക്സിങ്ങിലൂടെ. അപ്പോൾ ഞാൻ അത് തന്നെ അയച്ചത് ഹായ്, പിന്നെ ഒരു വോയിസ് റെക്കോർഡ് ചെയ്തു, പിന്നെ അയച്ചത് ഹൗ ആർ യു, പിന്നെ ഞാൻ ഹൗ ആർ യു അയച്ചു. അപ്പം ഫൈൻ എന്ന് തിരിച്ചയച്ചു. എന്നിട്ട് ഗോയിങ് ടു ബീറ്റ് 2 മില്യൺ എന്ന് അയച്ചു. അപ്പം അങ്ങനെ അൺബോക്സിങ്ങിലൂടെ തിരിച്ചയച്ചു. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഞാൻ എങ്ങനെ അൺബോക്സിങ്ങിലൂടെ ആയിട്ട് വാട്സപ്പിൽ മെസ്സേജ് ചെയ്തു, അതേപോലെ തന്നെ നമ്പർ, അതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യായിരുന്നു കാരണം ഞാൻ നമ്പർ എവിടെയാണ് പറയുന്നതെന്ന് നിങ്ങൾക്കും അറിയത്തില്ല, എനിക്കും അറിയത്തില്ല. കാരണം ഞാൻ ഏതൊരു ഭാഗത്ത് എന്താണെങ്കിലും പറയും, സ്കിപ്പ് ചെയ്യായിരുന്നു കാരണം. അപ്പോൾ എന്താണെങ്കിലും ഞാൻ എങ്ങനെയാണ് മെസ്സേജ് അയച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. സത്യത്തിൽ ഞാൻ അൺബോക്സിങ്ങിലൂടെ ആയിട്ട് മെസ്സേജ് അയച്ചിട്ടില്ലായിരുന്നു. അതൊരു ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഞാൻ പ്രാങ്ക് ആക്കിയതാണ് നിങ്ങളെ. അപ്പം സത്യത്തിൽ ഞാൻ ഒരു മെസ്സേജ് അങ്ങോട്ട് അയച്ചിട്ടില്ല, കാരണം നമ്പർ എനിക്കില്ല. അപ്പം നമ്പർ പറഞ്ഞിരുമെന്ന് പറഞ്ഞത് വെറുതെയാണ്. എന്തൊക്കെയുള്ള ആപ്പ് നിങ്ങൾ കാണണം, മീൻസ് വീഡിയോൻ്റെ ഇപ്പോൾ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ആപ്പിനെ പരിചയപ്പെടുത്തുമ്പോൾ നിങ്ങൾ വീഡിയോ ഇരുന്ന് കാണണം. കാരണം ഒരു കിഡിലിന് ആപ്പ് തന്നെയാണ്, അത് വാട്സപ്പ് പോലെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളവരെ പ്രാങ്ക് ചെയ്യാൻ പറ്റുന്നൊരു കിഡിലിന് ആപ്ലിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, നിങ്ങൾക്ക് അവിടെ ചെന്ന് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അത് പറയുമ്പോൾ വാട്സപ്പിൻ്റെ സെയിം രൂപം തന്നെയാണ്, ബട്ട് ഇത്തിരി കുഴപ്പങ്ങളുണ്ട്. അത് ഞാൻ എൻ്റെ വീഡിയോനകത്ത് പറയുന്നുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യുന്നത് കാണണം. ഇവിടെ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല, ബട്ട് ആപ്പ് പരിചയപ്പെടുത്തുമ്പോൾ സ്കിപ്പ് ചെയ്ത് തന്നെ കാണണം. അപ്പോൾ എന്തൊക്കെയുള്ള കിഡിൽ ആപ്ലിക്കേഷനാണ്, നമുക്ക് അതിൻ്റെ അൺബോക്സിങ്ങിലൂടെ ആയിട്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ആയിട്ടും ഏതൊരു ആളായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാൻ പറ്റുന്നവരെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പം അത് വളരെ എളുപ്പം തന്നെയാണ്. അപ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോയിട്ട് ഞാൻ ആപ്പിലൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പം ഇതാണ് നമ്മുടെ ഇത്, മീൻസ് ആ ആപ്പ്. അപ്പോൾ നമുക്ക് ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വാട്സപ്പ് മോക്ക് എന്നായിരുന്നു ആദ്യം ഇതിൻ്റെ അത് കിടന്നത്. അപ്പോൾ നമ്മളത് വാട്സാപ്പ് എന്ന് നമ്മൾ അവിടെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ വാട്സപ്പ് മോക്ക് എന്നായിരുന്നു. ഓക്കെ, ഞാനത് വാട്സപ്പിൽ നിന്ന് എഡിറ്റ് ചെയ്തു. അതേപോലെ തന്നെ ഇവിടെ സ്റ്റാറ്റസ് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്, കോൾസ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അതിനുശേഷമാണ് നമ്മുടെ താരം അൺബോക്സിങ്ങിലൂടെ നമുക്കിങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ഇവിടെ സൈഡിൽ കാണുന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കാണാവുന്നതാണ് ഗെറ്റ് കോൺടാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺടാക്റ്റിലുള്ളവരിൽ നിന്ന് നമുക്കിങ്ങനെ പ്രാങ്ക് ആക്കി നമുക്ക് വെറുതെ ഉണ്ടാക്കാം. അതേപോലെ തന്നെ ക്രിയേറ്റ് ഗ്രൂപ്പ് നമുക്ക് ഉണ്ടാക്കാം. അതേപോലെ തന്നെ ക്രിയേറ്റ് കോൺടാക്റ്റ് മീൻസ് നമ്മുടെ കോൺടാക്റ്റ് ഇല്ലാത്തവർ നമ്മൾ കോൺടാക്റ്റ് ഉണ്ടാക്കാം. അങ്ങനെയാണ് നമ്മുടെ അൺബോക്സിങ്ങിലൂടെ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് കോൺടാക്റ്റ് എന്ന് നിൽക്കുക. പിന്നെ നമ്മൾ കാണാവുന്നതാണ് നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരാളുടെ പിക്ചർ ഇവിടെ നിങ്ങൾ പ്ലേസ് ചെയ്യുക, എന്നിട്ട് യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഐ ആം യൂസിങ് വാട്സ്ആപ്പ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചെയ്യാം. പിന്നെ അതങ്ങനെ മീൻസ് ഇത് എന്താ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, അതെന്ന് പറയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അൺബോക്സിങ്ങിനോട് സെലക്ട് ചെയ്യാൻ നിങ്ങൾക്ക് കാണാവുന്നതാണ് അൺബോക്സിങ് ഓൺലൈൻ. നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് വാട്സ്മോക്ക്, അത് അവിടെ തന്നെ ഉണ്ടാകും. ആ സാധനം പോകുന്നില്ല, അതൊന്നും എനിക്കറിയത്തില്ല, അതെന്താ എനിക്കറിയത്തില്ല. അത് അങ്ങനെ തന്നെയാണ് കുറേ ആപ്ലിക്കേഷനിലും ഫേക്ക് ആപ്ലിക്കേഷനിലും അങ്ങനെയാണ്, അത് പോകത്തില്ല. ഓക്കെ, ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഓൺലൈൻ, അത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ
നിങ്ങൾക്ക് കാണാവുന്നതാണ്. ടൈപ്പിംഗ് എന്ന് കൊടുക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ ടൈപ്പിംഗ് ആണെന്ന് കാണിക്കും. അപ്പോൾ നമ്മൾ ടൈപ്പിംഗ് കൊടുക്കുകയാണ്. ഓക്കെ, ടൈപ്പിംഗ് കൊടുത്തിട്ട് നമ്മൾ സേവ് എന്ന് സേവ് എന്ന് നിൽക്കുകയാണെങ്കിൽ അത് സേവ് ആവും. അത് ന്യൂ കോൺടാക്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ നമ്മൾക്ക് ഇവിടെ തന്നെ അത് എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇവിടെ നമ്മളിങ്ങനെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ എഡിറ്റ് ദിസ് കോൺടാക്റ്റ് എന്ന് ക്ലിക്ക് ചെയ്തിട്ട് ടൈപ്പിംഗ് കൊടുക്കുക, സേവ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അൺബോക്സിംഗ് ടു ടൈപ്പിംഗ് എന്നാണ്. ഇപ്പോൾ ക്ലിയർ ആയിട്ട് തന്നെ കാണാവുന്നതായിരിക്കും അൺബോക്സിംഗ് ടു ടൈപ്പിംഗ് എന്നൊരു ഓപ്ഷനാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം. മാക്സിമം വളരെ പ്രാങ്ക് ചെയ്യണം. ലൈക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോ തിരിച്ച് മെസ്സേജ് അയച്ചു, അൺബോക്സിങ്ങിനോടാണല്ലോ സഞ്ജു ടെക്കിയാണേലും മെസ്സേജ് അയച്ചു എന്നൊക്കെ അങ്ങോട്ട് നിങ്ങൾ വെറുതെ ചളി അടിച്ചു വിടുക. അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ അല്ല. അപ്പോൾ നമുക്ക് വീഡിയോയുടെ അവസാന ഭാഗത്തോട്ട് പോകാം. ഹലോ ഗൈസ്, അപ്പം ഇത്രയൊക്കെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും പിടി കിട്ടിക്കാണും. ഞാൻ സത്യത്തിൽ അൺബോക്സിങ്ങിന് വേണ്ടി വിളിച്ചിട്ടില്ല എന്ന്. സത്യത്തിൽ അതൊരു ഫേക്ക് കോളാണ്, ഫേക്ക് ആപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്താണെങ്കിലും കണ്ട് കാണും. എല്ലാം നിങ്ങൾക്ക് നല്ലോണം തന്നെ പിടി കിട്ടിയിട്ടുണ്ട്. അപ്പം കുറേ ആൾക്കാർക്ക് സംശയം ഉണ്ടായിരിക്കും ഞാൻ ഇങ്ങനെ മെസ്സേജ് അയച്ചു എന്നൊക്കെ. അപ്പോൾ സത്യത്തിൽ ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല എന്ന് ഞാൻ ഓൾറെഡി വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കാരണം എന്തൊക്കെയാണ് ഞാൻ മെസ്സേജ് അയച്ചിട്ടില്ല, അതുകൊണ്ട് നമ്പർ വെളിപ്പെടുത്തുന്നില്ല. കാരണം നമ്പർ എൻ്റെ ഇല്ല. കാരണം ഞാൻ വെറുതെ മെസ്സേജ് അയക്കുന്ന ഫേക്ക് കോളാണ്. അപ്പോൾ നമ്പർ എന്തായാലും ഉണ്ടാവുകയില്ല. നമ്പർ നിങ്ങളുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അടിയിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത്രയൊക്കെ ഉള്ളത് വീഡിയോ. അപ്പം അടുത്ത നാളെ 4:45 കാണാം. ബൈ. ഹലോ ഗൈസ്, അപ്പം പിന്നെ വേറെ എല്ലാവർക്കും ഒരു കുഴപ്പമെന്ന് പറയുന്നത് നോട്ടിഫിക്കേഷൻ എത്തുന്നില്ല എന്ന് തോന്നുന്നു. കാരണം അങ്ങനെയൊന്നും വ്യൂവേഴ്സ് ആവുന്നില്ല. കാരണം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ രാവിലെയാണ് അപ്ലോഡ് ചെയ്യുന്നത്, എന്നിട്ട് ഷെഡ്യൂൾഡ് ടൈം വെക്കും. ഇന്നെന്താ അറിയില്ല, ഷെഡ്യൂൾഡ് ടൈം റെഡി ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വ്യൂവേഴ്സൊക്കെ കാണാൻ തുടങ്ങിയത്. അപ്പോൾ എന്താ എനിക്കറിയത്തില്ല. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നോട്ടിഫിക്കേഷൻ എത്തുന്നില്ലാണ്ട് കാരണം മിക്കവാറും ബെല്ലൈക്കൺ ആയിരിക്കും. ബെല്ലൈക്കൺ അമർത്തിയില്ലെങ്കിൽ ബെല്ലൈക്കൺ ഇപ്പം തന്നെ അമർത്തി അങ്ങിട്ടേക്കുക. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഞാൻ 4:45 വീഡിയോസ് മീൻസ് 4:44 ടൈം വെക്കും. അപ്പോൾ 4:45 നിങ്ങളുടെ എത്തുമായിരിക്കും. അങ്ങനെയൊക്കെയാണ് ഞാൻ സെറ്റാക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.